നമസ്കാരം. ചുക്കില്ലാത്ത കഷായമില്ലെന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അതുപോലെയാണ് കമ്മികളുടെ കാര്യവും. കമിഴ്ന്നു വീണാൽ കാൽപ്പണം, അതാണ് അവരുടെ ശൈലി. ഇനി ഒരുപാട് കാലമൊന്നും കമ്മ്യൂണിസം എന്ന മുഷിഞ്ഞു നാറുന്ന വിഴുപ്പ് ഭാണ്ഡം പോലെയുള്ള പ്രത്യയ ശാസ്ത്രത്തിന് നിലനിൽപ്പില്ലെന്ന് എല്ലാവരെക്കാളും നന്നായി അറിയാവുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് എങ്ങനെയൊക്കെ പണം ഒപ്പിക്കാമോ, എന്തൊക്കെ അഴിമതി നടത്താമോ, എവിടെ നിന്നെല്ലാം കടം വാങ്ങാമോ, ഏതിലൂടെയെല്ലാം കൈയിട്ട് വാരാമോ, അങ്ങനെയൊക്കെ അവർ ചെയ്യും. വേറെ ചിലരാകട്ടെ നേതാക്കളെക്കുറിച്ച് വാഴ്ത്തുപാട്ടെഴുതിയും വാഴ്ത്തിപ്പാടിയും കിട്ടാവുന്നിടത്ത് ഒപ്പിച്ചെടുക്കാൻ നോക്കും. ഇതൊന്നും ഇപ്പോഴും മനസ്സിലാക്കാത്ത നേതാക്കന്മാരുടെ വിഡ്ഢിത്തരങ്ങൾ വേദവാക്യമായി കാണുന്ന മണ്ട ശിരോമണികളായ അന്തം കമ്മികൾ കമ്മ്യൂണിസം ഇല്ലാതായി കഴിഞ്ഞാലുള്ള തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. പാർട്ടി നേതാക്കൾക്കോ ജനങ്ങളുടെ നിർഭാഗ്യം കൊണ്ട് അധികാരത്തിൽ കയറിയ ഭരണകർത്താക്കൾക്കോ കണ്ണിലെ കരടായവരെ പോലീസിനെ കൊണ്ടും നിയമ സംവിധാനങ്ങളെ കൊണ്ടും നേരിടുന്ന രീതിയാണല്ലോ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി നേതാക്കൾക്കും ഭരിക്കുന്നവർക്കും അവരുടെ ശിങ്കിടികൾക്കും എന്തും ചെയ്യാം. അതാണിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. കോവിഡ് കാലത്ത് PPE കിറ്റും ഗ്ലൗസും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങിയതിൽ ക്രമക്കേടിനെക്കുറിച്ച് ധനകാര്യ വിഭാഗം ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണം തുടങ്ങിയിട്ട് കൊല്ലം 3 പക്ഷേ ഇതുവരെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. 2021 ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ശുപാർശ അനുസരിച്ചാണ് PPE കിറ്റ് അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം ധനകാര്യ വകുപ്പ് ആരംഭിച്ചത്. കോവിഡ് കാലത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും വാങ്ങിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ധനകാര്യ പരിശോധനാ വിഭാഗത്തെ ചുമതലപ്പെടുത്തണമെന്നാണ് അന്ന് വീണ ജോർജ് ഫയലിൽ കുറിച്ചത്. ഈ ഫയൽ കിട്ടേണ്ട താമസം അന്വേഷണം തുടങ്ങാൻ ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകുകയും 2022 ജനുവരി 11 അന്വേഷണം തുടങ്ങുകയും ചെയ്തു. 2022 ഓഗസ്റ്റ് 4 ഈ അന്വേഷണം ഏതുവരെ എത്തി, അന്വേഷണത്തിൻ്റെ പുരോഗതി എന്താണ് എന്നൊക്കെയുള്ള ചോദ്യം വന്നിരുന്നു. പുരോഗതിയുണ്ട് എന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. നിയമസഭയിലാണ് ഈ ചോദ്യോത്തര പങ്ക്തി അരങ്ങേറുന്നത് എന്നോർക്കണം. അന്വേഷണം വൈകുന്നത് അഴിമതിക്കാരെ രക്ഷിക്കാനാണെന്നുള്ള ആരോപണമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ പതിവ് വാചകം കടമെടുത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ബാലഗോപാൽ മറുപടി നൽകിയത്. കാരണം മാധ്യമപ്രവർത്തകരുടെയും പ്രതിപക്ഷത്തുള്ളവരുടെയും ചോദ്യങ്ങളിൽ ഉത്തരം മുട്ടുമ്പോൾ കേരളത്തിൻ്റെ സർവ്വ ഐശ്വര്യമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പതിവായി പറയുന്ന 1-2 മറുപടികളുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പരിശോധിക്കാം, പഠിക്കട്ടെ എന്നിങ്ങനെയുള്ള ചില മറുപടികൾ. അതിലൊന്നാണ് നിയമസഭയിൽ KN ബാലഗോപാലും എടുത്തു വീശിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ അഴിമതിയെക്കുറിച്ചുള്ള ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വന്നു. ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ 2022 ഒക്ടോബർ 14 ലോകായുക്ത ഉത്തരവിട്ടിരുന്നു. ഇതോടെയാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ അന്വേഷണത്തിന് വഴിത്തിരിവുണ്ടായത്. PPE കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും വാങ്ങിയത് സാക്ഷാൽ പിണറായി വിജയൻ സാറിൻ്റെ അറിവോടെയായിരുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചുക്കില്ലാത്ത കഷായമില്ലെന്ന്. ഇപ്പോൾ ചുക്കേതാണ്, കഷായം ഏതാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് പിണറായി വിജയൻ സാറിൻ്റെ അറിവോടെയാണെന്ന് ഞാൻ പറഞ്ഞതല്ല. ഇനി അതിൻ്റെ പേരിൽ ഓഫീസിൽ റെയ്ഡ് നടത്തരുത്, അത് പറഞ്ഞത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ടീച്ചറമ്മ, അതായത് KK ശൈലജ തന്നെയാണ്. ടീച്ചറമ്മയുടെ ഈ വെളിപ്പെടുത്തൽ നിർണായകമായി. അതോടെ സാധനങ്ങൾ വാങ്ങിയത് പിണറായി വിജയൻ സാറിൻ്റെ അറിവോടെയാണെന്നുള്ള ടീച്ചറമ്മയുടെ വെളിപ്പെടുത്തൽ വന്നതിനു ശേഷം ധനവകുപ്പിൻ്റെ അന്വേഷണത്തെ പോളിയോ ബാധിച്ചു എന്ന് വെച്ചാൽ അന്വേഷണം മുടന്തി തുടങ്ങി എന്നർത്ഥം. PPE കിറ്റ് വാങ്ങിയതിലെ അഴിമതിയെക്കുറിച്ച് 2024 ജനുവരി 30 നിയമസഭയിൽ വീണ്ടും ചോദ്യമുണ്ടായി. പരിശോധനകളെല്ലാം പൂർത്തിയായെന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ മറുപടി. പരിശോധനയ്ക്കിടയിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് നൽകിയ ചോദ്യങ്ങൾക്ക് കിട്ടിയ മറുപടി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കൂടി ബാലഗോപാൽ തള്ളി. 2024 ജനുവരി 30 കഴിഞ്ഞ് ഇതാ 2025 ജനുവരി 30 ആകാൻ ഇനി 2 ദിവസം ബാക്കി. ഈ പരിശോധന ഇതുവരെ തീർന്നിട്ടില്ലെന്നാണ് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറയുന്നത്. ദുരന്തങ്ങളെപ്പോലും പണം വാരാനുള്ള മാർഗമാക്കി മാറ്റുകയാണ് പിണറായി സർക്കാർ എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്തു തെളിവാണ് വേണ്ടത്? ഇതിനു മുമ്പും കേരളത്തിൽ സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്, അഴിമതികളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സർക്കാർ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാകാൻ സാധ്യതയുമില്ല. കോവിഡ്, ഓഖി, നിപ്പ, 2 പ്രളയങ്ങൾ, വയനാട്ടിലും പെട്ടിമുടിയിലും ഉൾപ്പെടെ നടന്ന ഉരുൾപൊട്ടലുകൾ, ഇനി ഉണ്ടാകാൻ അഗ്നിപർവ്വത സ്ഫോടനവും തീമഴയും മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും കോവിഡ് പോലെയുള്ള ഒരു ഭൂലോക ദുരന്തത്തെ പോലും അഴിമതി കാണിക്കാൻ അത് പിണറായി വിജയൻ സാറിനെ പോലെ ഒരാൾ നയിക്കുന്ന സർക്കാരിന് മാത്രമേ കഴിയൂ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ
അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.